ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഞ്ജിത്ത് ടി നാരായൺ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആധുനിക ശാസ്ത്രമനുസരിച്ച് പ്രപഞ്ചം നിലനിൽക്കുന്നത് മാറ്റർ, എനർജി, വൈബ്രേഷൻ എന്നീ 3 അടിസ്ഥാന ഘടകങ്ങളിലാണ്. അതായത് ദ്രവ്യം, ഊർജം, പിന്നെ കമ്പനം, അതായത് ശബ്ദം. എന്നാൽ ഇവയിൽ ഏതാണ് ആദ്യം ഉണ്ടായത് എന്ന തർക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും പരസ്പര ബന്ധത്തെക്കുറിച്ചും അവയുടെ പരസ്പര മാറ്റങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ദ്രവ്യത്തിൽ നിന്ന് ഊർജവും ഊർജത്തിൽ നിന്ന് ദ്രവ്യവും നിർമ്മിക്കാൻ കഴിയുമെന്നും പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ് അതിശക്തമായ ഒരു ഊർജ്ജരൂപമടങ്ങിയ ശൂന്യത നിലനിന്നിരുന്നതായും ആധുനിക ശാസ്ത്രം പറയുന്നു. അതിശക്തമായ ശൂന്യതയിൽ നിന്ന് സാവകാശം ഉരുത്തിരിഞ്ഞു വന്ന സൂക്ഷ്മദ്രവ്യകണങ്ങൾ ഒത്തുചേർന്ന് ദ്രവ്യകണങ്ങളുടെ ഒരു വലിയ പിണ്ഡമായി മാറിയതാകാമെന്ന് ശാസ്ത്രം അനുമാനിക്കുന്നു. ഒരു കാര്യം സത്യമാണ്, പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യത്തിലും ഒരു നിശ്ചിത അളവിൽ ഊർജം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഊർജത്തിന്റെ അളവ് ഓരോ ദ്രവ്യത്തിലും വ്യത്യസ്തമായിരിക്കും. ഈ ഊർജ വ്യതിയാനം അനുസരിച്ച് അവ വ്യത്യസ്ത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. അതായത് ദ്രവ്യത്തിന് ഊർജമില്ലാതെ നിലനിൽപ്പില്ല എന്നും എന്നാൽ ഊർജത്തിന് നിലനിൽക്കാൻ ദ്രവ്യത്തിന്റെ ആവശ്യകതയില്ല എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഊർജം മാറ്റമില്ലാതെ തുടരുന്ന ഒരു സ്വതന്ത്ര ശക്തിയാണ്. എന്നാൽ ദ്രവ്യത്തിന് നാശമുണ്ടാകുന്നില്ല, അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതായത് അവ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നർത്ഥം. അതായത് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ദ്രവ്യവും പ്രപഞ്ചോൽപത്തിക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അവ രൂപമാറ്റത്തിന് വിധേയമാവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഈ ദ്രവ്യത്തിനെയാണ് പ്രകൃതി എന്ന് വിളിച്ചത്. എന്നാൽ എല്ലാറ്റിനും കാരണഭൂതനായ അതിശക്തമായ ഊർജത്തിന്റെ ശൂന്യതയെ പുരുഷൻ എന്നും വിളിച്ചു. ആ അർത്ഥത്തിൽ പ്രകൃതി പുരുഷ സംഗമമാണ് ഈ പ്രപഞ്ചം. ശരീരം പ്രകൃതിയാണ്, കാരണം ശരീരം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് ജന്മമെടുത്തത് മാതാപിതാക്കളിൽ നിന്നാണ് എങ്കിലും വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അതായത് ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം എന്നിവയിൽ നിന്നാണ്. പ്രപഞ്ചത്തിന് ഒരു പൊതു നിയമമുണ്ട്, അത് ചലനമാണ്. ഈ ചലനം പരമാണു മുതൽ ബ്രഹ്മാണ്ഡം വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ചലനം ഒരു യാത്രയാണ്. ഒരു യാത്ര പൂർണ്ണമാകുന്നത് അത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ മടങ്ങിയെത്തുമ്പോൾ മാത്രമാണ്. കടലിൽ നിന്ന് ജലം ബാഷ്പമായി ഉയർന്ന് മേഘങ്ങളായി സഞ്ചരിച്ച് അനുകൂല സാഹചര്യങ്ങളിൽ മഴയായി പെയ്ത് അരുവികളും പുഴകളും നദികളും കായലുമായി ഒഴുകി ഒടുവിൽ കടലിൽ തന്നെ മടങ്ങിയെത്തുന്നത് പോലെയാണത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് ഉടലെടുത്ത് വളർന്ന് പൂർണ്ണതയിലെത്തിയ ശരീരം തിരികെ പ്രകൃതിയിലേക്ക് മടങ്ങുമ്പോൾ മാത്രമേ ശരീരം എന്ന നിലയിൽ അത് പൂർണ്ണത കൈവരിക്കുന്നുള്ളൂ. എന്നാൽ ശരീരം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണനാകുന്നില്ല. ഒരു ശരീരത്തിൽ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളുമാണ് ഉള്ളത്. അവയാണ് കാഴ്ച, ഗന്ധം, രുചി, സ്പർശം, ശബ്ദം എന്നീ അനുഭൂതികളിലൂടെ ഒരു വ്യക്തിയെ കർമ്മനിരതനാക്കുന്നത്. എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രവും ഒരു വ്യക്തി പ്രവർത്തന നിരതനാകുന്നില്ല. അവയെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ള ഒരു ബോധമണ്ഡലം അഥവാ മനസ്സുകൂടി വേണം. പക്ഷേ മനസ്സുള്ളത് കൊണ്ട് മാത്രവും ഒരു വ്യക്തിക്ക് പ്രവർത്തന നിരതനാകുവാൻ സാധ്യമല്ല. കാരണം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും മനസ്സെന്ന മണ്ഡലമുണ്ട്. പക്ഷെ മനസ്സെന്ന ബോധമണ്ഡലത്തെക്കുറിച്ച് ഉറങ്ങുമ്പോൾ നമ്മൾ ബോധവാന്മാരായിരിക്കില്ല. എന്നാലും അപ്പോഴും നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിനപ്പുറം മറ്റൊരു ശക്തി ഉള്ളിലിരുന്ന് ഓരോ ജീവാത്മാവിനെയും ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. ഈ ശക്തി വിശേഷത്തെയാണ് ചൈതന്യമെന്നും ബ്രഹ്മമെന്നും വിളിക്കുന്നത്. ബ്രഹ്മമെന്നാൽ പരമമായ സത്യം എന്നർത്ഥം. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപേ നിലനിന്നിരുന്ന ശൂന്യതയിലെ അതിശക്തമായ ഊർജത്തിന്റെ ഒരു അംശം മാത്രമാണ് ബ്രഹ്മമെന്ന് പൂർവികർ പറയുന്നു. എന്നാൽ ആ പരമമായ ഊർജശക്തിയെ പരമാത്മാവ്, പരബ്രഹ്മം എന്നിങ്ങനെ വിളിച്ചു. ദ്രവ്യത്തെയും ഊർജത്തെയും കുറിച്ചുള്ള സിദ്ധാന്തം അനുസരിച്ച് ഇന്ന് കാണപ്പെടുന്ന എല്ലാ ഊർജവും പ്രപഞ്ചോൽപത്തി മുതൽ നിലനിൽക്കുന്നതാണ്. എങ്കിൽ പരമാത്മാവും പരമാത്മാവിനാൽ പ്രവർത്തനക്ഷമമാകുന്ന മനസ്സെന്ന ബോധമണ്ഡലമായ ഊർജവും പ്രപഞ്ചോൽപത്തി മുതൽ നിലനിൽക്കുന്നതാണ് എന്നും അത് പല പല ശരീരങ്ങൾ സ്വീകരിച്ച് ഇപ്പോഴും നിലനിന്ന് വരുന്നതാണെന്നും മനസ്സിലാക്കണം. അതായത് നമ്മൾ ഓരോരുത്തരും ഈ ശരീരം സ്വീകരിക്കുന്നതിന് മുൻപ് അനവധി ശരീരങ്ങൾ സ്വീകരിച്ച് ജീവിതമാകുന്ന കർമ്മമണ്ഡലങ്ങൾ താണ്ടിയവരാണ് എന്ന് ചുരുക്കം. ശരീരം ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ശരീരം ജന്മമെടുക്കുമ്പോൾ മനസ്സെന്ന ബോധമണ്ഡലം ശൂന്യമായിരിക്കും. പതിയെ ഈ ബോധമണ്ഡലത്തിലേക്ക് ചിന്തകൾ വന്നു തുടങ്ങും. തുടർന്ന് ചിന്തകൾക്കനുസരിച്ച് കർമ്മങ്ങളും പ്രകടനങ്ങളും തുടങ്ങുകയായി. ജന്മം കൊണ്ട് എല്ലാവരും ഒരേപോലെയാണ്. ശ്വസനം മുതൽ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒന്നു തന്നെയാണ്. എന്നാൽ വന്നു പോകുന്ന ചിന്തകൾക്കനുസരിച്ച് മനുഷ്യൻ സ്വയം വേർതിരിക്കപ്പെടുന്നു.
അതായത് മനുഷ്യന്റെ നാനാത്വത്തിന് വഴിവെച്ചത് മനസ്സെന്ന ബോധമണ്ഡലത്തിൽ വന്നുപോകുന്ന ചിന്തകൾ തന്നെയാണ്. എന്നാൽ ഈ ബോധമണ്ഡലത്തെ ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് എല്ലാ പേരിലും ഒരുപോലെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം ഒന്ന് മാത്രമാണ്. ഈ ചൈതന്യം സ്വയം പരമാത്മാവ് തന്നെയാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ ഗുണങ്ങളുടെ സങ്കലനമാണ് ഒരു ജീവാത്മാവ്. ഓരോ ജീവാത്മാവും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിനാൽ പ്രേരിതമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു: യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത്. ഒരു സൂര്യൻ മുഴുവൻ സൗരയൂഥത്തിനെയും പ്രകാശിപ്പിക്കുന്നത് പോലെ വ്യക്തിഗത ആത്മാവ് മുഴുവൻ ശരീരത്തെയും ബോധത്താൽ പ്രകാശിപ്പിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അതായത് ബോധമുള്ള മനസ്സ് അഥവാ ജീവാത്മാവ് നിർജീവമായ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ശരീരം മുഴുവൻ ബോധത്തിന്റെ ഗുണം നൽകുന്നു എന്നർത്ഥം. എന്നാൽ പരമാത്മാവ് ചൈതന്യ രൂപത്തിൽ ഓരോ ജീവാത്മാവിലും കുടികൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ചാൽ ഈ ആത്മാവ് മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും നാളെ ഉണ്ടാവുകയും ചെയ്യുന്ന ബോധമണ്ഡലമുള്ള ഊർജത്തിന്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. ശരീരസ്ഥനായ ജീവാത്മാവ് ഒരു ശരീരത്തിൽ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും കടന്ന് മരണത്തിലൂടെ ഒരു വ്യക്തി പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നത് പോലെ ജീവാത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. താൻ പുറപ്പെട്ടത് എവിടെ നിന്നാണോ അവിടെ എത്തുന്നത് വരെ ആ യാത്ര തുടരുകയും ചെയ്യുന്നു. ജീവാത്മാവ് ശരീരം ഉപേക്ഷിക്കുമ്പോൾ മനസ്സ് ചിന്തകളൊഴിഞ്ഞ് ശൂന്യമായിരിക്കും. അത് ഗാഠനിദ്രയ്ക്ക് സമാനമായിരിക്കും. എന്നാൽ ചിലർക്കെങ്കിലും ചിത്തമെന്ന മറ്റൊരു മാനസിക തലം ഉണർന്നിരിപ്പുണ്ടാകും. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കമ്പ്യൂട്ടറിന്റെ റാമായി മനസ്സിനെയും ഹാർഡ് ഡിസ്കായിട്ട് ചിത്രത്തെയും സങ്കല്പിച്ചാൽ മാത്രം മതിയാകും. ചിന്തകൾ വന്നു പോകുന്നത് മനസ്സിലാണ്. എന്നാൽ ആവശ്യമുള്ളത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഹാർഡ് ഡിസ്കിലാണ് അഥവാ ചിത്രത്തിലാണ്. ബോധമണ്ഡലമായ ജീവാത്മാവ് മാതാപിതാക്കളിൽ നിന്നും അധ്യയനത്തിലൂടെയും സൗഹൃദത്തിലൂടെയും പല പല സംസ്കാരങ്ങൾ ആർജിച്ചെടുക്കാറുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ സംസ്കാരത്തിന്റെ 20% കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളവയായിരിക്കും എന്ന് പറയപ്പെടുന്നു. അതായത് ഈ ജന്മത്തിൽ അധ്യയനം ചെയ്യാതെ നേടിയ ചില കഴിവുകളെ, ശീലങ്ങളെ അല്ലെങ്കിൽ സ്വഭാവത്തെ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരുവന്റെ ജന്മവാസനയായി കാണുന്നത് അതുകൊണ്ടാണ്. അതായത് ഈ ജന്മത്തിൽ നമ്മൾ നേടിയെടുത്ത കഴിവുകൾ, സംസ്കാരങ്ങൾ, മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, ചില മുഖങ്ങൾ തുടങ്ങിയവ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ കരുതി വയ്ക്കുമെന്നർത്ഥം. ഒടുവിൽ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് ആത്മാവ് വ്യത്യസ്ത ലോകങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ചെന്ന് ചേരുമെന്ന് ഭഗവാൻ പറയുന്നു. വേദങ്ങളിൽ പ്രപഞ്ചത്തിലെ 14 ലോകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഭൂമിയിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് 7ഉം ഭൂമിയിൽ നിന്ന് താഴേക്ക് 7ഉമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. മുകളിലേക്ക് ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം അഥവാ ബ്രഹ്മലോകം എന്നീ ഉയർന്ന 7 മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ സ്വർഗവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ ഭൂമിയിൽ നിന്ന് തുടങ്ങി തല്, അടൽ, പൈതൽ, സുതൽ, തലാതൽ, രസാതൽ, പാതാൾ എന്നീ നരകവാസ സ്ഥലങ്ങളുമാണ്. ഈ 14 മണ്ഡലങ്ങളും തൻ്റെ മായയാൽ ബന്ധിച്ചിരിക്കുന്നതിനാൽ അവിടെ വസിക്കുന്നവർ ജനനമരണ ചക്രത്തിന് വിധേയരാണ് എന്ന് ഭഗവാൻ പറയുന്നു. മരണാനന്തരം ജീവാത്മാക്കൾ കർമ്മഫലവും ആർജിച്ചെടുത്ത ജ്ഞാനവും അനുസരിച്ച് ഈശ്വരനെ അഥവാ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. മറ്റു ചിലർ ഓരോ മണ്ഡലങ്ങൾ സ്വീകരിക്കുകയും സമയമാകുന്നതനുസരിച്ച് മറ്റൊരു ശരീരമെടുത്ത് എവിടെ നിന്നാണോ താൻ പുറപ്പെട്ടത് അവിടെ എത്തിച്ചേരാനായി വീണ്ടും കർമ്മമണ്ഡലത്തിലേക്ക് മടങ്ങി വരുന്നു. അഹം സർവസ്യ പ്രഭാവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം ബുധഭാവ സമന്വിത. ആത്മീയവും ഭൗതികവുമായ എല്ലാറ്റിൻ്റെയും ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെന്ന് ഭഗവാൻ പറയുന്നു. അതായത് സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാം ഉത്ഭവിച്ചത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സൂക്ഷ്മരൂപത്തിലുള്ള ജീവാത്മാവ് വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെ, എത്തിച്ചേരേണ്ടതും ഭഗവാനിൽ തന്നെ എന്നർത്ഥം. മാമബദ്ധ്യേ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മൻ സംസിദ്ധി പരമാംഗത. എന്നെ നേടിയ ശേഷം മഹാത്മാക്കൾക്ക് ഈ ലോകത്ത് പുനർജന്മം ഉണ്ടാവുകയില്ല. കാരണം അവൻ ഏറ്റവും ഉയർന്ന പൂർണ്ണത കൈവരിച്ചിരിക്കുന്നു. അതായത് പ്രപഞ്ചത്തിലെ പരമശക്തിയായ പരമാത്മാവിലേക്ക് തിരിഞ്ഞവർക്ക് പുനർജന്മം എന്ന യാതന അനുഭവിക്കേണ്ടി വരില്ല. അവർ പരമപദം പോകി സ്വയം പരമാത്മാവിൽ ലയിച്ചു ചേരുന്നു, സ്വയം പരമാത്മാവായി മാറുന്നു. അപ്പോൾ പുനർജന്മത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിന് ഓരോ ജീവാത്മാവും അന്തരാത്മാവായി കുടികൊള്ളുന്ന സർവ്വവ്യാപിയായ പരമചൈതന്യത്തിലേക്ക് ബോധമണ്ഡലത്തെ തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ ഭഗവാനെ തിരിച്ചറിയാനാവുകയുള്ളൂ. ഓരോ ജന്മവും ഓരോ അവസരങ്ങളാണ്.
അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിയാനുള്ള അവസരം. അത് വിനിയോഗിക്കാതെ മനുഷ്യൻ ഭൗതിക ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് പുറകെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വർത്തമാനകാലത്തെ അനുഭവിക്കാതെ കഴിഞ്ഞുപോയ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലും ജീവിതത്തിൻ്റെ യഥാർത്ഥ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നു. ഒപ്പം ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം കാലാതീതനായ ഭഗവാന്റെ കാരുണ്യമാണെന്ന് മറന്നു പോവുകയും ചെയ്യും. അതിനാൽ ഓരോ മനുഷ്യനും അന്തരാത്മാവായി കുടികൊള്ളുന്ന ഭഗവാനിലേക്ക് അവനവൻ്റെ മനസ്സിനെ ചേർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ജീവിതം ആനന്ദഭരിതമാവുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദിയോടെ, രഞ്ജിത്ത് ടി നാരായൺ.